Yo, what's up, welcome back to my channel Unboxingdude, guys. So, നിങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ I'm doing well. സോ എന്താ സംഭവം വെച്ചാൽ കുറെ പേര് ചോദിക്കാറുണ്ട് എന്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഞാൻ പല സോഫ്റ്റ്വെയർ ഞാൻ അറൗണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. സോ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചൊരു സിമ്പിൾ ആയി തോന്നിയെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ. ലൈക്ക് ഈ സോഫ്റ്റ്വെയർ സിമ്പിൾ ആണ്. എന്റെ ഡെയിലി യൂസേജ് വരുമ്പോൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കുക, അത് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യുക, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കുറെ ലെയറൊക്കെ ഇട്ട് അങ്ങനെ മിക്സും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും നിങ്ങൾ എന്റെ വീഡിയോയിൽ കാണാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ടാണ് ചെയ്യാറ് എല്ലാം. ലൈക്ക് ഞാൻ ഡെയിലി വീഡിയോ ഉണ്ടായിരുന്നു, പെട്ടെന്ന് പരിപാടി അയക്കണം. സോ അതിന് പറ്റിയ ഒരു കിടക്കായ സോഫ്റ്റ്വെയറിന് സോ നിങ്ങൾക്ക് കൂടി ജസ്റ്റ് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇത് ഉപകാരപ്പെടും ഗൈസ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് എന്റെ സെറ്റപ്പ്. നിങ്ങൾക്ക് കാണാം വാൾപേപ്പർ ഒക്കെ മാറും. നമ്മളെ ഗീക്ക് ബോക്സിന്റെ ഗെയിം പീസ് ഉണ്ട്, അവിടെ വാൾപേപ്പേഴ്സ് തന്നെയാണ്, കസ്റ്റം ബിൽഡ് വാൾപേപ്പേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. സോ ഇതിൽ നമ്മളുടെ ഇതാക്കണ ഒരുപാട് ഗെയിമുകളുണ്ട്, ലെഫ്റ്റിൽ ഇഷ്ടം പോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിന് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു കിടക്കാജ് എന്താ പറയുക സംഭവമാണ്. ലൈക്ക് നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ വണ്ടർ ഷെയറിൻ്റെ ഫിലിമോറ 11. ഓക്കെ, ഈ ഒരു സംഭവമാണ് നമ്മളിപ്പം ഓണാക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളുമൊക്കെ. ഇതാണ് ഓൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരിക. സോ ഇതിൽ പുതിയ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതാക്കണ ഓട്ടോ റീഫ്രെയിം ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ബീറ്റ്സിങ്സ് ഉണ്ട്, PC സ്ക്രീൻസ്, AI പോർട്രേറ്റ്സ്, അങ്ങനെ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു സംഭവം എഡിറ്റ് ചെയ്യണത് എങ്ങനെ കാണിച്ച രീതിയിൽ, എന്നിട്ട് നമുക്കിത് ഓപ്പൺ ആക്കാം. ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിൻഡോ. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് എഡിറ്റ് ചെയ്യാനുള്ള ഫയൽസ് ആണ്. സോ ആ ഫയൽസ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ കേൾക്കണം, ഞാനിപ്പോൾ കുറച്ച് ഫയൽസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രീൻ സ്ക്രീൻ്റെ സംഭവം കടന്നോട്ടെ, കാരണം വെച്ചാൽ നമ്മളിൽ ഗ്രീൻ സ്ക്രീൻ വർക്ക് ആവുക നോക്കണം. റെഡി. അപ്പോൾ എല്ലാ ഫയൽസിലെത്തി. ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. ക്ലിക്ക് ചെയ്യുക, ഫയലെത്തി. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, ഇതാണ് നമ്മളെ എഡിറ്റിംഗ് സെറ്റപ്പ്. ഇപ്പം ഞാൻ എടുത്ത ഇൻട്രോ ആണ് നിങ്ങളീ കാണുന്നത്, കാരണം ഞാൻ വീഡിയോ ഇതിലാണ് എഡിറ്റ് ചെയ്തത്. ഓക്കെ, ഓലി സ്മോലി ഇതാക്കണം. ഇതാണ് ആ ഇൻട്രോ, ഇതാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. സോ ഇതിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പം വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ ഇതാക്കണം, കട്ടിൻ്റെ ഓപ്ഷൻ മുകളിൽ കാണാം. സോ അത് ക്ലിക്ക് ചെയ്യുക ഗൈസ്. എന്നിട്ട് ഇതാക്കണം, നല്ലതും കൂടി ഡ്രാഗ് ചെയ്യുക, അടുത്തതാക്കണം ഇവിടെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നടുവിലൊരു സംഭവം കിട്ടും. ഇതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത്. സോ ഇനി അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ബട്ടൺ കറക്റ്റ് അമർത്തി കഴിഞ്ഞാൽ ബൂം, അത് പോയി. അത്ര പരിപാടിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതാക്കണം, ഇതുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നിൽക്കണമൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് നിൽക്കുക, എന്നിട്ട് ഇതാക്കണം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വലിച്ച് ഇതാക്കുക. അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇത് നടക്കും. സിമ്പിളാണ്, സിമ്പിളായിട്ട് പരിപാടികൾ ചെയ്യും. പിന്നെ ലെയർ വേണം, ഇതാ പിടിച്ചങ്ങ് ഡ്രാഗ് ചെയ്തിടുക, ഇങ്ങനെ ലെയർ ആക്കാൻ കഴിയും. നിങ്ങൾക്ക് എത്ര വീഡിയോസ് വേണമെങ്കിൽ ലെയർ ആക്കാം. ഒന്നുകൂടി കട്ട് ചെയ്ത് കണ്ടില്ലേ, ഇത് മുകളിൽ ഇട്ടില്ല, കണ്ടില്ല. ഒരു റെൻഡറിങ്ങിനൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്കിത് റെൻഡർ ചെയ്തെടുക്കാൻ കഴിയും. സിമ്പിളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പാട്ട് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സോങ്സ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതാക്കണം ഇവിടെ ഏതെങ്കിലും സോങ് ഉണ്ട്, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാക്കണ സോങ് വന്ന് എന്നിതാക്കണം താഴോട്ട് ആഡ് ചെയ്യുക. ഇത്ര സിമ്പിളായിട്ട് ഇതിൻ്റെ മെയിൻ ഫോക്കസ് പറഞ്ഞാൽ സിംപ്ലിസിറ്റി ഗൈസ്. ഓക്കെ, എങ്ങനെ ഒരാൾക്ക് സിമ്പിളായിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് വരുന്നത്. അപ്പം ഇതാണ് യൂഷ്വലി എല്ലാവരും എഡിറ്റ് ചെയ്യണ കട്ടും കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും ഇത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ എഫക്ട്സ് വേണം, ലൈക്ക് എൻ്റെ വീഡിയോയിൽ എഫക്ട്സ് വേണമെങ്കിൽ സോ ജസ്റ്റ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒരുപാട് കിടിക്കാച്ച് എഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇഷ്ടം പോലെ എഫക്ട്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണം സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഗൈസ്. സോ ആ ഒരു കിടക്കാച്ച എഫക്റ്റ് അതിലേക്ക് വരും. പിന്നെ വേറെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും, ചിലപ്പോൾ പെയ്ഡ്, അങ്ങനെ പല സംഭവങ്ങളായിരിക്കും. സോ പിന്നെ ഇതാക്കണം, AI പോർട്രേറ്റ് പറഞ്ഞുകൊണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടി എഫക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ എൻട്രി, എൻ്റെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നീ നോക്കുക, ഇവിടെ വെക്കുക, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വിട്ട് ഇനി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടുകൊണ്ട് കണ്ടില്ലേ, അതേമാതിരി അങ്ങനെ തുറന്നു വരും. അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ. നമ്മളൊന്നും വാങ്ങാൻ പോകണ്ട, അല്ലെങ്കിൽ ഒന്നും മേടിക്കാൻ അപ്പുറത്തും ഇപ്പുറത്തും പോകണ്ട. ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സംഭവവും നിങ്ങൾക്ക് കാണാം. പക്കാണ് കേട്ടോ. ഒരുപാട് എഫക്ട്സ് ഉണ്ട്, ഇഷ്ടം പോലെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവം ട്രൈ ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടം പോലെ എഫക്ട്സും കാര്യങ്ങളും 2-3 ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ട്രാൻസിഷനിൽ ഞാൻ ഇതാക്കണം, അവിടെ പല ട്രാൻസിഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതും കൊണ്ട് എടുത്തിട്ട് രണ്ടിൻ്റെ നടുവിലിടണം, എന്നാലേ ട്രാൻസിഷൻസ് വർക്ക് ചെയ്യുള്ളൂ. സോ രണ്ടിൻ്റെ നടുവിലിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. റെഡി, 1 2 3. കണ്ടില്ല, ഇങ്ങനെ മാറി വന്ന കണ്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. അങ്ങനെ പല ടൈപ്പ് ട്രാൻസിഷൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് മാത്രമല്ല പല ടൈപ്പ് ഉണ്ട്.
എലമെന്റ്സിൽ ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണ്. എലമെന്റ്സിൽ എന്താ വെച്ചാൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇഷ്ടം പോലെ പ്രീസെറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങളെ വീഡിയോയിൽ ഓവറിലാക്കി കൊടുക്കേണ്ടില്ലേ, ഓവറിലാക്കി കൊടുക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുകയെന്ന് വിചാരിക്കും. ആക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു സംഭവം ഓവറിലായിട്ട് ആഡ് ചെയ്യാൻ കഴിയും. അതൊരു നല്ലൊരു ഓപ്ഷൻ ആട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഓവറിലായിട്ട് ഈ സാധനം ആഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓരോരോ വീഡിയോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ്സ് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെക്കാൻ കഴിയും. അതൊരു കൂൾ സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ഇതങ്ങനെ ഒരുവിധം ഇതിലൊന്നും ഇല്ല, കണ്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമഡി ഒക്കെ പറഞ്ഞ സമയത്ത് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ക്രോപ്പൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു വീഡിയോ കുറച്ചുകൂടി ഫണ്ണി ആക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇറ്റ്സ് കൂൾ റൈറ്റ്, ഇറ്റ്സ് കൂൾ ഗൈസ്. അടിപൊളി സെറ്റ്. അതുപോലെ തന്നെ അവിടെ ഓൾറെഡി സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവ്യൂ ഇമേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോസും ഉണ്ടാവും. അതും വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് യൂസ് ചെയ്യുക. എല്ലാ സംഭവം കണ്ടില്ലേ, എല്ലാ സംഭവം ഇതിലുണ്ടാവും പക്ക. ഇനി ഇതിൽ AI പോർട്രേറ്റർ മോഡ് ഉണ്ട്. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണെന്ന് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ വേണ്ടിയില്ലേ ഗൈസ്, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാ, അതിന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, അതൊരു കിടുക്കാച്ചി ഓപ്ഷനാണ്. ഗ്രീൻ സ്ക്രീനോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. ഭയങ്കര പവർഫുൾ എൻജിനാണെന്ന് തോന്നുന്നു. സോ ഭയങ്കര സ്മൂത്തായിട്ട് ഈ കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, പക്ഷെ എന്നാലും സിമ്പിളായിട്ട് ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കണം, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എഡിറ്റ് പ്രിഫറൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കണം. അതിൽ ക്രോമാക്കി ഉണ്ട്, ഡ്രോപ്പ് ഷേഡോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ വീഡിയോ കുറച്ചൊരു സ്റ്റേബിൾ ആയി തരും, കുറച്ചുകൂടി സ്റ്റെബിലൈസേഷൻ ഒക്കെ ചെയ്തു തരും. സോ അടിപൊളി അതാണ്. ഇതിലൊരു പുതിയ ഫീച്ചർ എന്ന് വെച്ചാൽ ഓട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോ ഇതിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടു, ഇതാണ് ഓട്ടോ ഫ്രെയിം. അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ സംഭവം മൊത്തത്തിൽ വീഡിയോ കൺവേർട്ട് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അതൊരു ഓട്ടോ ഫ്രെയിമിംഗ് സംഭവമായിട്ട് സെറ്റാക്കി തരും. സോ ഇതെന്തിനാണ് ഉപയോഗിക്കുക വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ലാൻഡ്സ്കേപ്പ് ആയ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങളെ ഫേസ് മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വേണം. അപ്പോൾ നിങ്ങൾ എന്താ എഡിറ്ററിലൊക്കെ കയറിയിട്ട് കുറേ കഷ്ടപ്പെടുക, ആ ഒരു എന്താ പറയുക സംഭവം ഇങ്ങനെ ആയി കിട്ടണം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ കറക്റ്റ് സ്ക്വയറിൽ നിങ്ങളെ ഫേസ് എങ്ങോട്ട് പോയാലും ഇത് പിടിച്ചിട്ട് നിങ്ങളെ ഫേസ് കറക്റ്റ് ആ ഒരു രീതിയിലാക്കി തരും. ഇപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ആണ്, നിങ്ങളെ മാത്രം കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ആക്കി തരും. അതാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കണേ. എൻ്റെ ഫേസ് മാത്രം അത് കറക്റ്റായിട്ട് ചെയ്യും. ഓക്കെ, എൻ്റെ ഫേസ് മാത്രം കറക്റ്റായിട്ട് അവിടെ വെക്കും. സോ ഐ റിയലി ലൈക്ക് ദിസ് ഗൈസ്. അടിപൊളി ഓപ്ഷൻസ്. ഇതിൽ അതുപോലെ തന്നെ ഓട്ടോ ബീറ്റ് സിങ്ക് എന്ന് പറഞ്ഞ സംഭവം. അതായത് നമ്മൾ ലൈക്ക് എന്താ പറയുക, നമ്മളെ വീഡിയോസും ഓഡിയോസും രണ്ട് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഓഡിയോയും വീഡിയോ ഒരുമിച്ച് സിങ്ക് ചെയ്ത് തരും. സോ അത് ഓട്ടോമാറ്റിക് നടക്കും. നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ സിങ്ക് ഇങ്ങനെ നടക്കണ്ട, അത് ഓട്ടോമാറ്റിക്കലി തന്നെ സിങ്ക് ചെയ്ത് തരും ഗൈസ്. തംസ് അപ്പ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് കാണാൻ ഒരു ബീറ്റും കൂടി ഇതിലുണ്ട്. സോ ആ പാട്ടിൻ്റെ ബീറ്റും ഞാൻ കൊടുക്കുന്ന വീഡിയോയും കൂടി ഒരുമിച്ച് സിങ്ക് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ സെലക്റ്റും ചെയ്യും. സോ അടിപൊളി ഗൈസ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യട്ടോ. സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു കിടുക്കാച്ചി ആയിട്ടുള്ള എഡിറ്റിംഗ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിം വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ എഡിറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവരും ചെയ്യുക. അത് ഒരു അടിപൊളി ഫീച്ചറാണ്, കിടുക്കാച്ചി. പിന്നെ ഇതിലേക്ക് മോഷൻ ട്രാക്കിംഗ് ഉണ്ട്. മോഷൻ ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് മോഷൻ ട്രാക്ക് ചെയ്യും. നിങ്ങളുടെ എവിടെയാണോ ആ ട്രാക്കിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത്, ലൈക്ക് ഇതാ നിങ്ങളുടെ ഫേസ് ഇത് എവിടെയാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഇതാക്കുന്ന ട്രാക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് കറക്റ്റായി ട്രാക്ക്, എന്ത് സ്പീഡിൽ എന്ത് കറക്റ്റായിട്ടാണ് കേസ് അത് ട്രാക്ക് ചെയ്യണത്. സോ ഒരു അടിപൊളി ഓപ്ഷനാണ്. കറക്റ്റായിട്ട് നിങ്ങളെ ഫേസ് ട്രാക്ക് ചെയ്യും. മോഷൻ ട്രാക്കിൻ്റെ സംഭവമുണ്ട്, അടിപൊളി കേസ്. ആൻഡ് ഫൈനലി നമുക്ക് നമ്മളെ ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോ ജസ്റ്റ് നോക്കിയാൽ അതൊക്കെ തൽക്കാലം ഒരു വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ പറക്കുന്ന വീഡിയോ ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പ്രിഫറൻസിൽ പോവുക, ഇതാക്കണ ക്രോമാക്കി എന്ന് ഇവിടെ. സോ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതാക്കണ വേറെ ഒന്നും ചെയ്യില്ല, അത് റെഡിയായി. ഇനി ഇതാക്കണ ബാക്ക്ഗ്രൗണ്ട് അവിടെ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ബൂം പരിപാടി കഴിഞ്ഞാൽ. സോ ഹെലികോപ്റ്റർ ഇതാ പറന്നു പോകുന്ന വീഡിയോ. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രോമാക്കിയിൽ എഡിറ്റ് ചെയ്ത് കളിക്കാൻ കഴിയും. ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. കണ്ടില്ലേ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ക്രോമാക്കി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എയറോപ്ലെയിനോ എന്ത് വേണമെങ്കിലും സെറ്റാക്കാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചാൽ കണ്ടില്ലേ, സിമ്പിളായിട്ട് പോകണ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഗൈസ്. വാവ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഐഡിയകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കിടുക്കാജ് സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ. നമ്മളെ ഫിൽമോറിൻ്റെ വണ്ടർ ഷെയറിൻ്റെ ഫിൽമോറ എന്ന ആപ്ലിക്കേഷൻ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ത്തി കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യം എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഒരു അടിപൊളിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നേരെ ആളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ബൈ.